ഹലോ, ഇന്ന് നമ്മളൊരു മിനി വ്ളോഗാണ്. നമ്മുടെ കുഞ്ഞ് ഷോപ്പിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതായത് ഒരു ചെറിയൊരു കടമുറിയാണ്, വലിയ സെറ്റപ്പ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷോപ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോട്ടിൽ നിന്ന് കയറിനോട് തന്നെ ആയിട്ട് 2 മെഷീനും പിന്നെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഇവിടെ റാക്ക് ഉണ്ടായിരുന്നു, അതിൽ തന്നെ അടക്കിയായിട്ട് വെച്ചേക്കാം. പിന്നെ ഞാനിത് വലിയ ഡ്രസ്സൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള കൊറിയർ ബാഗാണ്, വലിയ ഉടുപ്പുകളുടെ. ഇതൊരു 50 എണ്ണത്തിൻ്റെ പീസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കുറേ ദിവസമായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട്. പിന്നെ ഇത് നമ്മൾ മുത്തൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് ഈ ഒരു സാധനം. ഇതിലിങ്ങനെ നമ്മൾ മുത്ത് സീക്വൻസ് ഒക്കെ പല കളേഴ്സാകുമ്പോൾ ഞാൻ കവറിലാക്കിയിട്ടേ വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ മേടിച്ച് നമുക്ക് യൂസ് ആയിരുന്നോ, ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരണ ഇങ്ങനെ മെറ്റീരിയലൊക്കെ മഴയുടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവേ. കാരണം വെച്ചാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു വേസ്റ്റ് ഹോട്ടലിൽ ഇട്ട് വെച്ചിട്ട് ആഴ്ചയിലോ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കച്ചേ. ചെറിയ പീസ് നെറ്റും സാറ്റിനൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഒരു ഇച്ചിരി വലിപ്പമുള്ളതൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ സാറ്റിന് അങ്ങനെ കളയാറില്ല, പിന്നെ വല്ല ബോയോ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാമല്ലോ അങ്ങനെ. പിന്നെ ഇത് നമുക്ക് കുറച്ച് ലൈനിങ്ങൾ അത്യാവശ്യം വേണ്ട കോമൺ കളേഴ്സ് ലൈനിങ് ഞാൻ കുറച്ചധികം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റും അങ്ങനെ ഓവറായിട്ടില്ല, ഞാൻ ഓർഡർ വരുന്നതിനനുസരിച്ച് നെറ്റ് എടുക്കാറ്. പിന്നെ ഇത് നമുക്ക് ഓണത്തിന് വേണ്ടി നമ്മൾ ഇറക്കിയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ മെറ്റീരിയൽസാണ്. അതായത് ഓണത്തിന് ടിഷ്യൂ, പിന്നെ അതിൽ തന്നെ ചെക്ക് വരുന്നതും ഒക്കെ. ഇത് നമ്മൾ പുതിയത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചന്തേരി വരുന്നതാണ്. അത് ഞാൻ ഡൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചേക്കണതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ടിഷ്യൂവിൽ വരുന്ന ഓരോ മെറ്റീരിയലാണ്. പിന്നെ ഇത് നമുക്ക് മറ്റേ കോട്ടണില്ലേ, കോട്ടൻ്റെ അതിൽ വരുന്നതാണ്. അങ്ങനെയാണ് മെറ്റീരിയൽസ്. പിന്നെ ഞാൻ ഇങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ വേണമല്ലോ കുട്ടികൾക്ക് ഡ്രസ്സിൻ്റെ ബാക്കിൽ, അതിന് വേണ്ടി കുറച്ച് ബട്ടർഫ്ലൈ ഇറക്കിയതാണ്, കുറച്ചൊക്കെ കഴിഞ്ഞ്. പിന്നെ സാറ്റിനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓർഗാൻസ മെറ്റീരിയൽസാണ്. അപ്പം അങ്ങനെ ഓവർ മെറ്റീരിയലൊന്നും ഇല്ല. ഇതൊക്കെ ഞാൻ റെഡി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആളെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഒരാളുണ്ടായിരുന്നു, ആൾ ഇച്ചിരി ലോങ്ങായി, ഞങ്ങൾ കട വേറെ എടുത്തപ്പോൾ ഇച്ചിരി ലോങ്ങായപ്പോൾ ആൾ നിർത്തി. അപ്പോൾ അതുപോലെ സ്റ്റിഫ് നെറ്റ് ഞാൻ ഇങ്ങനെ ഒരു ബണ്ടായിട്ടാണ് മേടിച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് എന്തോ 13 രൂപ സംതിങ്ങിനാണ് കിട്ടണം കേട്ടോ 1 മീറ്റർ സ്റ്റിഫ് നെറ്റ്. മറ്റേ ലൂസായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഫുള്ള് ചേഞ്ചൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കട്ടിങ് മേശ ഫ്രണ്ടിലേക്കാക്കി, പിന്നെ സ്റ്റിച്ചിങ് ഉള്ളിലേക്കാക്കി. ആ ഒരു ലെവലിൽ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റെഡി സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, റെഡി ടു ഡിസ്പാച്ച്. അതിലേക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കണതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളൂ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടു.